ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ശരിയാ, യൂട്യൂബ് ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ഉണ്ടാക്കാത്തതാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഞാരക്ക. ഇതെല്ലാവരിലും നൊസ്റ്റ് ഉണർത്തുന്ന ഒരു ഫ്രൂട്ടാണ്. എല്ലാവരും കുട്ടിക്കാലത്ത് ഇത് കഴിച്ചിട്ടും ഉണ്ടാവും. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. സാധാരണ മനുഷ്യരെല്ലാവരും. ഇവിടെ നമ്മളൊരു 15-16 ഞാരക്ക എടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ടിച്ച് കുരു കളഞ്ഞ് മാറ്റുക. അത് വളരെ എളുപ്പമാണ് കണ്ടിക്കുന്ന കാര്യം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വറുത്ത് വെച്ച ജീരകം, പിന്നെ കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ ഒരു അല്പം ചാറ്റ് മസാലയും, പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കരിക്കൻ വെള്ളമാണ്. നമുക്കിവിടെ കരിക്കൻ വെള്ളം നമുക്ക് കരിക്കൻ വെള്ളം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് അടുത്തൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ റോയുടെ ടെൻഡർ കോക്കനട്ട് വാട്ടറാണ് നമ്മളിവിടെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തേനാണ്. കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടൊരു ഓപ്ഷൻ ആയിരിക്കും അല്ലേ തേൻ ഉപയോഗിക്കുമ്പോൾ? അതെ, 1 ടേബിൾ സ്പൂൺ തേൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് നമ്മുടെ ഒരു പോപ്സിക്കിൾ ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം. ആക്ച്വലി നോക്കിക്ക് എന്ത് ഭംഗിയല്ലേ കളറ് കാണാൻ. നല്ലൊരു കളറ്. ഹായ്, ഇപ്പോഴേ കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നു. അല്ല, ഇത് എത്ര നേരം നമ്മൾ വെക്കും? നമ്മൾ എത്ര നേരം വെച്ചു ഇത്? നമ്മളൊരു ദിവസത്തോളം വെച്ചു. ഇതൊരു 12 മണിക്കൂറിൽ സെറ്റ് ആവുമായിരിക്കും. പിന്നെ ഇത് എടുക്കാൻ ഭയങ്കര പാടായിരുന്നു ആക്ച്വലി. നല്ല പാടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 സെക്കൻഡോളം നമ്മൾ വെള്ളത്തിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് വരും. നമുക്ക് അറിയില്ലാഞ്ഞോണ്ടായിരുന്നു നമ്മൾ ട്രൈ ചെയ്ത് ഒരുപാട് പാടുപെട്ടു. പക്ഷെ പിന്നീട് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിനാണ് മനസ്സിലായത് ഇത് വളരെയധികം ഹെൽത്തിയാണ്, വളരെയധികം ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും, ഈസിയാണ്. അതെ. പിന്നെ ഒന്നും നമ്മൾ അല്ലാത്ത സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് പഞ്ചസാര പോലും ചേർത്തിട്ടില്ല. കുറച്ച് തേൻ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എനിക്കൊന്ന് പുറത്തുനിന്ന് സിപ്പപ്പ് മേടിക്കുന്നതിനെക്കാട്ടിലും ഇത് ഭയങ്കര എളുപ്പമാണ്. ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിയും. എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് കൂടാതെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.